ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ 14ാമത്തെ ദിവസത്തെ ക്ലാസ് ആണ് നമ്മുടെ ഇന്നത്തെ. ഇതുവരെയും നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചാണ്. ഇന്ത്യൻ ഭരണഘടന രൂപീകൃതമാകാൻ കാരണമായിട്ടുള്ള നിയമങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ചും അത് ഏതൊക്കെയാണ് എന്നതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ബേസ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. ആ ക്ലാസ് കാണാനായിട്ട് താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സിൻ്റെയും കഴിഞ്ഞ ക്ലാസ്സിൻ്റെ എല്ലാം PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. നമ്മൾ ഇന്ന് ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത് ഭരണഘടനാ നിയമനിർമ്മാണ സഭയെക്കുറിച്ചാണ്, അതായത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയെക്കുറിച്ച്. ഇതുമായി ബന്ധപ്പെട്ട PSC എക്സാമുകളിൽ ഉറപ്പായിട്ടും കുറേ വർഷങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ പറഞ്ഞ് സെറ്റായി പഠിച്ച് തന്നെയാണ് പോകുന്നത്. അതേപോലെ തന്നെ ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞാലുടൻ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പോൾ, അതായത് 2021 to 2025 വരെ PSC ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പോളാണ് നമ്മൾ ചെയ്യുന്നത് 9 മണിക്ക് എല്ലാ ദിവസവും വൈകിട്ട്. അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഭരണഘടനാ നിയമനിർമ്മാണ സഭ. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടനാ നിയമനിർമ്മാണ സഭയാണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകാൻ കാരണമായ ദൗത്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ക്യാബിനറ്റ് മിഷനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വ്യക്തമായി പഠിച്ചു പോയതാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വന്നതും അതേപോലെ തന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ചെയ്തത് എന്നതിനെക്കുറിച്ചൊക്കെ. ഓക്കെ, അപ്പോൾ ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമാകാൻ കാരണമായ ദൗത്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ക്യാബിനറ്റ് മിഷൻ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായ വർഷം എന്നാണ്. ഒത്തിരി തവണ PSC ചോദിച്ചൊരു ചോദ്യമാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായ വർഷം എന്നാണ്. അത് 1946 ഡിസംബർ 6. അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കണം. കാരണം ഡിഗ്രി ലെവൽ എക്സാംസിനൊക്കെ ഇങ്ങനെയാണ് ചോദിക്കത്തുള്ളൂ. ഇപ്പോൾ വരുന്ന എല്ലാ എക്സാമുകളും ഇങ്ങനെ തന്നെയാണ്. 1946 ഡിസംബർ 6 അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നത് എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ 1946 ഡിസംബർ 9 ആദ്യ യോഗം ചേർന്നത്. ഓക്കെ, അപ്പോൾ 46 ഡിസംബർ 6 രൂപീകൃതമായി. അതിനുശേഷം 3 ദിവസം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ യോഗം ചേർന്നു. തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളും അടങ്ങുന്നതായിരുന്നു ഇന്ത്യയുടെ ഭരണഘടനാ നിയമനിർമ്മാണ സഭ. ഓക്കെ, അപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട കുറേ അംഗങ്ങൾ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളും എല്ലാവരും കൂടി അടങ്ങുന്നതായിരുന്നു ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം എത്രയാണ്? ഒത്തിരി തവണ ചോദിച്ച ചോദ്യം. സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യമൊക്കെ വരികയാണെങ്കിൽ ഈ പറയുന്ന ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ശരിയായ പ്രസ്താവന താഴെ പറയുന്നതിൽ തിരഞ്ഞെടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 1946 ഡിസംബർ 6 രൂപീകൃതമായി. അതേപോലെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകൾ 9. അങ്ങനെയൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് നമുക്ക് അറിയാവുന്നത് ഏതാണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഏതാണ് ഉത്തരം എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണമെങ്കിൽ ഇത് മൊത്തമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ പഠിച്ചു വെച്ചോ. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം മക്കളെ എത്രയാ? 207 പേരാണ് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത്. 207. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകൾ എത്രയാണെന്ന് ചോദിച്ചാൽ 9 പേരാണ്. ഓക്കെ, അപ്പോൾ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ആകെ അംഗങ്ങൾ 207, പങ്കെടുത്ത വനിതകളാണ് 9. ഇതിൻ്റെ അകത്ത് ഒരു സമ്മേളനം നിലവിൽ ബഹിഷ്കരിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് മുസ്ലിം ലീഗാണ്. ഓക്കെ, അപ്പോൾ മുസ്ലിം ലീഗ് സംഘടനയാണ് നിലവിൽ ഈ ഒരു സമ്മേളനം ബഹിഷ്കരിച്ചത്. ഓക്കെ, ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നത് എവിടെയാണെന്നും PSC ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. എവിടെയാണ്? അത് സെൻട്രൽ ഹാൾ ഓഫ് പാർലമെന്റ്. ഓക്കെ, ഇന്നറിയപ്പെടുന്നതാണ് സെൻട്രൽ ഹാൾ ഓഫ് പാർലമെന്റ്. അന്ന് അത് അറിയപ്പെട്ടത് ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിലാണ് ആദ്യ യോഗം ചേർന്നത്. അന്ന് അത് കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ ആയിരുന്നെങ്കിൽ ഇന്ന് സെൻട്രൽ ഹാൾ ഓഫ് പാർലമെന്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നത് ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിൽ വച്ചാണ്. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാള് അറിയപ്പെടുന്നത് സെൻട്രൽ ഹാൾ ഓഫ് പാർലമെന്റ് എന്ന പേരിലാണ്. അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കണം. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നത്
ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിൽ വച്ചാണ്. ഇപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ അറിയപ്പെടുന്നത് സെൻട്രൽ ഹാൾ ഓഫ് പാർലമെന്റ് എന്ന പേരിലാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത്, ഒത്തിരി തവണ ചോദിച്ച ചോദ്യം, ആരാണ്? JB കൃപലാനിയാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത്. JB കൃപലാനി. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. ഓക്കെ, നിലവിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ആദ്യത്തെ അധ്യക്ഷനാക്കി ഇരുത്തിയത്. ഓക്കെ, അപ്പോൾ ആദ്യ സമ്മേളനത്തിലെ താൽക്കാലിക അധ്യക്ഷനായിരുന്നു ആരെന്ന് പറയുന്നത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അദ്ദേഹം താൽക്കാലിക അധ്യക്ഷനായിരുന്നു, പക്ഷേ സ്ഥിരം അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്ത ആരാന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അതായത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സ്ഥിരം അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അപ്പോൾ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സ്ഥിരം അധ്യക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ സ്ഥിരം പ്രസിഡന്റായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുക്കപ്പെട്ടത് 1946 ഡിസംബർ 11. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ രണ്ടുപേര്, HC മുഖർജിയും VT കൃഷ്ണമാചാരിയും. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്, ഓർത്തു വച്ചോ, വെരി വെരി ഇമ്പോർട്ടന്റ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാരാണ് HC മുഖർജി, VT കൃഷ്ണമാചാരി. ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് എന്നാണ് ചോദിച്ചാൽ 46 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിയമനിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ 47 ജനുവരി 22 ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ നമ്മൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. ഒന്നാമത്തെയാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായ വർഷം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്നാ രൂപീകൃതമായത്? 1946 ഡിസംബർ 6. 1946 ഡിസംബർ 6. ഇനി ആദ്യ യോഗം ചേർന്നത് എന്നാ? 1946 ഡിസംബർ 9 ആദ്യ യോഗം ചേർന്നത്. ഓക്കെ, ഇനി എന്താണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ സ്ഥിരം പ്രസിഡന്റായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ എന്നാണ് തെരഞ്ഞെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 46 ഡിസംബർ 11. 1946 ഡിസംബർ 11. അടുത്തത് ജവഹർലാൽ നെഹ്റു എന്നാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചതെന്ന് ചോദിച്ചാൽ 1946 ഡിസംബർ 13. ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിയമനിർമ്മാണ സമിതി അംഗീകരിച്ചതെന്നാണ് ചോദിച്ചാൽ 47 ജനുവരി 22. അപ്പോൾ നമുക്ക് പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. എന്നാണ് ഇത് രൂപീകരിച്ചത്? 46 ഡിസംബർ 6. ആദ്യ യോഗം 46 ഡിസംബർ 9. അതേപോലെ തന്നെ എന്താണ് എന്നാണ് സ്ഥിരം അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്? 46 ഡിസംബർ 11. എന്നാണ് ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം? 46 ഡിസംബർ 13. എന്നാണ് ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിയമനിർമ്മാണ സമിതി അംഗീകരിച്ചതെന്ന് ചോദിച്ചാൽ അത് 47 ജനുവരി 22 ഓർത്തു വയ്ക്കുക. ഇത്രയും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 4 ഡേറ്റും മറക്കരുത്. ഉറപ്പായിട്ടും എന്താണ് ഒരു മാർക്ക് ഇതിൽ നിന്നും പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാം. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ചിഹ്നത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭൂപടവും ആനയുമാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ചിഹ്നത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രങ്ങളാണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭൂപടവും ആനയും. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ ആകെ അംഗങ്ങൾ 389. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 296. അപ്പോൾ ആകെ അംഗങ്ങൾ എത്രയാ? 389. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എത്രയാ? 296. 11 ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്ന് 292 പേർ, ചീഫ് കമ്മീഷൻ പ്രവിശ്യകളിൽ നിന്ന് 4 പേർ. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടിയ പാർട്ടി 82% സീറ്റുകൾ, കോൺഗ്രസ് അങ്ങനെ 208 സീറ്റുകൾ. മുസ്ലിം ലീഗ് 73 സീറ്റും മറ്റുള്ളവർ 15 സീറ്റും നേടി. പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലല്ല അംഗങ്ങളെ തെരഞ്ഞെടുത്തിരുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് പ്രവിശ്യകളിൽ നിന്നും തെരഞ്ഞെടുപ്പ് നടന്നത്.
ഏറ്റവും കൂടുതൽ അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവിശ്യ ഏതാന്ന് ചോദിച്ചാൽ അത് യുണൈറ്റഡ് പ്രൊവിൻസസ്, നമ്മുടെ ഇന്നത്തെ UP ആണ് ഏറ്റവും കൂടുതൽ അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവിശ്യ. 55 പേരാണ് UPയിൽ നിന്നും തിരഞ്ഞെടുത്തത്. അതേപോലെ തന്നെ ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങൾ ആയവർ ആരൊക്കെയാന്നുള്ളത് PSC ചോദിക്കാറുണ്ട്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒന്ന് നോക്കിക്കോ ആരൊക്കെയാന്നുള്ളത്. അതായത് ഒന്ന്, ഡൽഹിയിൽ നിന്ന് ദേശബന്ധു ഗുപ്ത. ആരാണ്? ഡൽഹിയിൽ നിന്ന് ദേശബന്ധു ഗുപ്തയാണ് ഡൽഹിയിൽ നിന്ന്. അജ്മീർ മേൽവാറയിൽ നിന്ന് മുകുന്ദ ബിഹാരി ലാൽ ഭാർഗവ. മുകുന്ദ ബിഹാരി ലാൽ ഭാർഗവ. കൂർഗിൽ നിന്ന് CM പൂനാച്ചയാണ്. കൂർഗിൽ നിന്ന് CM പൂനാച്ച. ബലൂചിസ്ഥാനിൽ നിന്ന് ഖാൻ അബ്ദുൾ സമദ് ഖാനാണ് ബലൂചിസ്ഥാൻ. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായവർ. ഒന്നുകൂടി പറയാം. ഡൽഹിയിൽ നിന്ന് ദേശബന്ധു ഗുപ്ത. ഡൽഹിയിൽ നിന്ന് ദേശബന്ധു ഗുപ്ത. അജ്മീർ മേൽവാറയിൽ നിന്നും മുകുന്ദ ബിഹാരി ലാൽ ഭാർഗവ. കൂർഗിൽ നിന്ന് CM പൂനാച്ച. ബലൂചിസ്ഥാനിൽ നിന്ന് ഖാൻ അബ്ദുൾ സമദ് ഖാനാണ് ബലൂചിസ്ഥാൻ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങളുടെ എണ്ണം 93 എണ്ണമാണ്. ഓക്കെ, അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങളുടെ എണ്ണം 93. ഇന്ത്യ വിഭജനത്തിനു ശേഷം പാകിസ്ഥാൻ പ്രദേശത്ത് നിന്ന് പാകിസ്ഥാൻ പ്രദേശത്ത് ഉൾപ്പെടെ അംഗങ്ങൾ പിരിഞ്ഞു പോയതോടുകൂടി ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ അംഗസംഖ്യ 389 നിന്നും എത്രയായി? 299 മാറി. ഭരണഘടനാ നിർമ്മാണ സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 296 നിന്നും 229 നാട്ടുരാജ്യങ്ങളിലെ അംഗങ്ങളുടെ എണ്ണം 93 നിന്നും 70 ചുരുങ്ങി. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചോ. ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അത്രേ ഉള്ളൂ. കാരണം എന്താണ്, ഇത്രയും വലിയ കാര്യങ്ങളൊന്നും ചോദിക്കാറില്ല. അപ്പോൾ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 296 നിന്നും 229. അതേപോലെ നാട്ടുരാജ്യങ്ങളുടെ അംഗങ്ങളുടെ എണ്ണം 93 നിന്നും 70 ചുരുങ്ങുകയാണ് ചെയ്തത്. രൂപീകൃതമാകുമ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന വനിതകളുടെ എണ്ണം 17 നിന്ന് വിഭജനത്തിനു ശേഷം 15 എണ്ണമായി കുറഞ്ഞു. എല്ലാ മതത്തിലെയും പ്രതിനിധികൾ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ ആകെ എണ്ണം 207. വനിതകളുടെ എണ്ണം 9. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9 പ്രഥമ സമ്മേളനം നടന്നത്, തിങ്കളാഴ്ച 11 മണിക്ക്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം അവസാനിച്ചത് 1946 ഡിസംബർ 23 ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം അവസാനിച്ചത് 46 ഡിസംബർ 23. അപ്പോൾ പ്രഥമ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9 തിങ്കളാഴ്ച 11 മണിക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ബേസ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അകത്ത് മിക്കപ്പോഴും ചോദിക്കാറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ എന്നാണ് രൂപീകൃതമായത്, ആദ്യ സമ്മേളനം നടന്നത്, ജവഹർലാൽ നെഹ്റു എന്നാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്, അതേപോലെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്നാണ് വന്നത്, അതേപോലെ ആകെ എത്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, എത്ര വനിതകളാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്, അതേപോലെ തന്നെ ഈ പറയുന്ന ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്ന് അതേപോലെ തന്നെ ബാക്കിയുള്ള ആളുകൾ എവിടെ നിന്നൊക്കെയായിരുന്നു, ആരാണ് ഇത് ബഹിഷ്കരിച്ചത്, അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ചോദിക്കാറുള്ളത്. ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവിശ്യ യുണൈറ്റഡ് പ്രോവിൻസസ് ആണ്. എത്ര പേര്? 55 പേര്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, വീണ്ടും ഒന്നുകൂടി ഒന്ന് വായിച്ച് സെറ്റാക്കുക. ഇനി ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ വിമർശനങ്ങളാണ്. ഒറ്റക്കക്ഷി രാജ്യത്തിലെ ഒറ്റക്കക്ഷി സംഘടന എന്ന് പറഞ്ഞത് ഗ്രാൻവില ഓസ്റ്റിൻ ആണ്. അപ്പോൾ ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ ഒറ്റക്കക്ഷി രാജ്യത്തിലെ ഒറ്റക്കക്ഷി സംഘടന എന്ന് പറഞ്ഞത് ഗ്രാൻവില ഓസ്റ്റിൻ ആണ്. ഓക്കെ, അപ്പോൾ ഒറ്റക്കക്ഷി രാജ്യത്തിലെ ഒറ്റക്കക്ഷി സംഘടന എന്ന് പറഞ്ഞത് ഗ്രാൻവില ഓസ്റ്റിൻ. ഹിന്ദുക്കളുടെ സംഘടന എന്ന് പറഞ്ഞത് വിസ്കൗണ്ട് സൈമൺ ആണ്. ഓക്കെ, അപ്പോൾ ഹിന്ദുക്കളുടെ സംഘടന എന്ന് ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ പറഞ്ഞത് വിസ്കൗണ്ട് സൈമൺ. അപ്പോൾ ഒറ്റക്കക്ഷി രാജ്യത്തിലെ ഒറ്റക്കക്ഷി സംഘടന എന്ന് പറഞ്ഞത് ആരാ? ഗ്രാൻവില ഓസ്റ്റിൻ ആണ്. ഒറ്റക്കക്ഷി രാജ്യത്തിലെ ഒറ്റക്കക്ഷി സംഘടന എന്ന് പറഞ്ഞത് ഗ്രാൻവില ഓസ്റ്റിൻ.
ഹിന്ദുക്കളുടെ സംഘടന എന്ന് പറഞ്ഞത് വിസ്കൗണ്ട് സൈമൺ ആണ്. ഇന്ത്യയിലെ ഒരു പ്രധാന വർഗത്തെ മാത്രം പ്രതിനിധാനം ചെയ്ത സംഘടന എന്ന് പറഞ്ഞത് വിൻസ്റ്റൺ ചർച്ചിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ഒരു പ്രധാന വർഗത്തെ മാത്രം പ്രതിനിധാനം ചെയ്ത സംഘടന എന്ന് പറഞ്ഞത് വിൻസ്റ്റൺ ചർച്ചിലാണ്. ഇന്ത്യയിലെ ഒരു പ്രധാന വർഗത്തെ മാത്രം പ്രതിനിധാനം ചെയ്ത സംഘടന എന്ന് പറഞ്ഞത് വിൻസ്റ്റൺ ചർച്ചിലാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി സാന്നിധ്യം. അപ്പോൾ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളികളുടെ എണ്ണം 17 എണ്ണമാണുള്ളത്. ഓർത്തു വയ്ക്കുക. ചോദിച്ചേക്കണ ചോദ്യമാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളികൾ ആകെ എത്ര പേരാണ്? 17 പേരാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ മലയാളി വനിതകൾ ആരൊക്കെയാന്ന് ചോദിച്ചാൽ മക്കളെ ആരൊക്കെയാ? 3 പേരാണ് ഉള്ളത്. ഓക്കെ, ആരൊക്കെയാണ്? 3 പേര്. ഓക്കെ, 3 പേര്. അവരാരൊക്കെയായിരുന്നു? ഒന്ന് ആനി മസ്കറിൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ഓക്കെ, അപ്പോൾ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ മലയാളി വനിതകളുടെ എണ്ണം 3 എണ്ണമാണുള്ളത്. അതിൽ ഒന്നാമത്തെ ആളാണ് ആനി മസ്കറിൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ഇന്ത്യയിൽ പ്രീ ഡിഗ്രി പാസ്സായ ആദ്യത്തെ SC/ST വനിത. ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. ആരാണ്? ദാക്ഷായണി വേലായുധനാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ പ്രീ ഡിഗ്രി പാസ്സായ ആദ്യത്തെ SC/ST വനിത ആരാന്ന് ചോദിച്ചാൽ അത് ദാക്ഷായണി വേലായുധനാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ ഏക ദളിത് വനിതയാണ് ദാക്ഷായണി വേലായുധൻ. ഓക്കെ, അപ്പോൾ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ഏക ദളിത് വനിത ചോദിച്ചു കഴിഞ്ഞാൽ അത് ദാക്ഷായണി വേലായുധനാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഒന്നുകൂടി പറയാം. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളികളുടെ എണ്ണമാണ് 17. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ മലയാളി വനിതകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ മക്കളെ 3 എണ്ണമാണ്. ഒന്ന് ആനി മസ്കറിൻ, അടുത്തത് അമ്മു സ്വാമിനാഥൻ, അടുത്തത് ദാക്ഷായണി വേലായുധൻ. ഇന്ത്യയിൽ പ്രീ ഡിഗ്രി പാസ്സായ ആദ്യത്തെ SC/ST വനിതയാണ് ദാക്ഷായണി വേലായുധൻ. അപ്പോൾ ഇന്ത്യയിൽ പ്രീ ഡിഗ്രി പാസ്സായ ആദ്യത്തെ SC/ST വനിതയാണ് ദാക്ഷായണി വേലായുധൻ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ ഏക ദളിത് വനിതയാണ് ദാക്ഷായണി വേലായുധൻ. ഓക്കെ, ഇനി തിരുവിതാംകൂറിൽ നിന്ന് ആരൊക്കെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പട്ടം താണുപിള്ള, R ശങ്കർ, PS നടരാജപിള്ള, ആനി മസ്കറിൻ, K മുഹമ്മദ്, PT ചാക്കോ. ഓക്കെ, അപ്പോൾ തിരുവിതാംകൂറിൽ നിന്നും എന്താണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ആളുകളൊക്കെ ആരാന്ന് ചോദിച്ചാൽ ഒന്ന് പട്ടം താണുപിള്ള, 2 R ശങ്കർ, 3 PS നടരാജപിള്ള, 4 ആനി മസ്കറിൻ, 5 K മുഹമ്മദ്, 6 PT ചാക്കോ. ഇനി കൊച്ചിയിൽ നിന്ന് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പനമ്പിള്ളി ഗോവിന്ദ മേനോനാണ് കൊച്ചിയിൽ നിന്നും പ്രതിനിധാനം ചെയ്തത്. ഇനി മദ്രാസിൽ നിന്ന്, മദ്രാസ് സംസ്ഥാനത്തിൽ ഉൾപ്പെടെ മലബാറിനെ പ്രതിനിധീകരിച്ചു വന്നത് അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, AK മേനോൻ, B പോക്കർ സാഹിബ് ബഹദൂർ, KTM അഹമ്മദ് ഇബ്രാഹിം, മുഹമ്മദ് ഇസ്മയിൽ സാഹിബ്, P കുഞ്ഞിരാമൻ, അബ്ദുൾ സത്താർ ഹാജി, K മാധവ മേനോൻ. ഇത്രയാണ് മദ്രാസ് സംസ്ഥാനത്തിൽ ഉൾപ്പെട്ട മലബാറിനെ പ്രതിനിധീകരിച്ചു വന്ന ആളുകൾ. ഇനി യുണൈറ്റഡ് പ്രോവിൻസസിൽ നിന്നും ഒത്തിരി തവണ ചോദിച്ചതാണ്. യുണൈറ്റഡ് പ്രോവിൻസസിൽ നിന്നും, അതായത് ഇന്നത്തെ ഉത്തർപ്രദേശിൽ നിന്നും വന്നത് ജോൺ മത്തായി ആണ്. യുണൈറ്റഡ് പ്രോവിൻസസിൽ നിന്നും ജോൺ മത്തായി. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിന്റെ വേദിയായിരുന്നു പാർലമെന്റിലെ സെൻട്രൽ ഹാൾ എന്ന് പറയുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷൻ നമ്മൾ പറഞ്ഞു ആരാ? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷനാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തെരഞ്ഞെടുക്കപ്പെട്ടത് 1946 ഡിസംബർ 11. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷൻ നമ്മൾ പറഞ്ഞു HC മുഖർജിയും VT കൃഷ്ണമാചാരിയുമാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് HVR അയ്യങ്കാർ ആണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ സെക്രട്ടറി എന്ന് പറയുന്നത് HVR അയ്യങ്കാർ ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരാണ്? JB കൃപലാനിയാണ്. ഭരണഘടനയുടെ നക്കൽ തയ്യാറാക്കിയത് ഭരണഘടനയുടെ നക്കൽ തയ്യാറാക്കിയത് ആരാന്ന് ചോദിച്ചാൽ അത് BN റാവു ആണ്. BN റാവു ആണ് എന്ത്
ഭരണഘടനയുടെ നക്കൽ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് BN റാവു ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമ ഉപദേശകനായിരുന്നതും ആര് തന്നെയാണ്? BN റാവു ആണ്. ഓക്കെ, അപ്പോൾ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആരാണ് നിയമ ഉപദേശകനായിരുന്നത്? ഓക്കെ, അപ്പോൾ നിയമ ഉപദേശകനായിരുന്നത് ആരാന്ന് ചോദിച്ചാൽ BN റാവു ആണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ആര്? BN റാവു എന്ന് പറയുന്നത്. അപ്പോൾ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനാണ് BN റാവു. ആരാണ്? BN റാവു. മ്യാൻമാറിന്റെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉപദേശകനായിരുന്ന ഇന്ത്യക്കാരനും ആര് തന്നെയാ? BN റാവു ആണ്. അപ്പോൾ മ്യാൻമാറിന്റെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉപദേശകനായിരുന്ന ഇന്ത്യക്കാരൻ BN റാവു. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഭരണഘടനാ ചീഫ് ഡ്രാഫ്റ്റ്മാൻ ആരാന്ന് ചോദിച്ചാൽ അത് SN മുഖർജിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഭരണഘടനാ ചീഫ് ഡ്രാഫ്റ്റ്മാൻ ആണ് SN മുഖർജി. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയ വ്യക്തിയാണ് പ്രേം ബിഹാരി നരൈൻ റൈസ്ദ. ഓക്കെ, ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്, ബേസ് ചോദ്യമാണ്. തെറ്റിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു എക്സാം എഴുതിയിട്ട് പോലും കാര്യമില്ല. അപ്പോൾ ഓർത്തു വെച്ചോ, ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ പ്രേം ബിഹാരി നരൈൻ റൈസ്ദയാണ്. ഓക്കെ, ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ മക്കളെ ആരാണ്? പ്രേം ബിഹാരി നരൈൻ റൈസ്ദ. ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിൽ തയ്യാറാക്കിയ ഭരണഘടനയുടെ അസൽ പ്രതി ഹീലിയം നിറച്ച പ്രത്യേക പെട്ടിയിൽ പാർലമെന്റിലെ ലൈബ്രറിയിൽ ഇന്നും എന്ത് ചെയ്തിട്ടുണ്ട്? സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിൽ തയ്യാറാക്കിയ ഭരണഘടനയുടെ അസൽ പ്രതി ഹീലിയം നിറച്ച പ്രത്യേക പെട്ടിയിൽ എന്തുണ്ട്? പാർലമെന്റിൽ ഇപ്പോഴും സെൻട്രൽ ലൈബ്രറിയിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹിന്ദി കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് വസന്ത കൃഷ്ണ വൈദ്യയാണ്. അപ്പോൾ വസന്ത കൃഷ്ണ വൈദ്യയാണ് എന്ത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഹിന്ദി കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത്. അപ്പോൾ ഹിന്ദി കയ്യെഴുത്ത് പ്രതി ഇന്ത്യൻ ഭരണഘടനയുടെ എഴുതി തയ്യാറാക്കിയത് വസന്ത കൃഷ്ണ വൈദ്യയാണ്. ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ്. നമ്മൾ പറഞ്ഞു, അതായത് ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു എന്ന് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ. ഇതാണ് പിന്നീട് എന്തായിട്ട് മാറിയത്? ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറിയത്. അതായത് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചു. ഇത് തന്നെയാണ് പിന്നീട് എന്തായിട്ട് മാറിയത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറിയത്. ഭരണഘടനയുടെ കവർ പേജ് ലേ ഔട്ട് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ്. ഓക്കെ, അപ്പോൾ ഭരണഘടനയുടെ കവർ പേജ് അല്ലെങ്കിൽ ലേ ഔട്ട് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ്. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചത് ആരാണ്? 2017 LDCയിൽ അന്ന് പല ഉദ്യോഗാർത്ഥികളുടെയും റാങ്ക് നിർണയിച്ച ഒരു ചോദ്യമായിരുന്നു ഈ പറയുന്ന ഗ്രാമീണ ചെണ്ടക്കാരൻ. പിന്നീട് അത് PSC വില്ലേജ് ഡ്രമ്മർ എന്ന പേരിൽ ചോദിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? PSC അങ്ങ് പോയി. ഓക്കെ, അപ്പോൾ അന്ന് ഭയങ്കര ട്വിസ്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ പറയുന്ന ഗ്രാമീണ ചെണ്ടക്കാരൻ അല്ലെങ്കിൽ വില്ലേജ് ഡ്രമ്മർ എന്ന ചിത്രം വരച്ചത് താഴെ പറയുന്നവയിൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നന്ദലാൽ ബോസ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളാണ് ഫ്രാങ്ക് ആന്റണി, SH പ്രാറ്റർ, MVN കോളിൻസ്. ഓക്കെ, AVN കോളിൻസ്. അപ്പോൾ MV കോളിൻസ്. ഓക്കെ, അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ആരൊക്കെയാണ്? ഫ്രാങ്ക് ആന്റണി, SH പ്രാറ്റർ, MVN കോളിൻസ്. MVN കോളിൻസ് ആണ്. ഓക്കെ, ഭരണഘടനാ നിർമ്മാണ സഭയിലെ പാഴ്സി പ്രതിനിധികളാണ് HP മോദി, അതേപോലെ തന്നെ RK സിന്ധുവ, MR മസാനി. ഇതൊക്കെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ പാഴ്സി പ്രതിനിധികൾ എന്ന് പറയുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഗൂർഖ വിഭാഗത്തിൽ നിന്നുള്ള പ്രതിനിധിയാണ് ഡാംബർ സിംഗ് ഗുരുങ്. ഓക്കെ, ഡാംബർ സിംഗ് ഗുരുങ് ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഗൂർഖ വിഭാഗത്തിൽ നിന്നുള്ള പ്രതിനിധി. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ ഏക മുസ്ലിം വനിത ആരാന്ന് ചോദിച്ചാൽ ബീഗം ഐസ റസൂൽ. ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ ഏക മുസ്ലിം വനിത ആരാന്ന് ചോദിച്ചാൽ അത് ബീഗം ഐസ്വാസ് റസൂൽ ആണ്. ബീഗം ഐസ്വാസ് റസൂല്. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ നിയമനിർമ്മാണ സഭയായി മാറിയത് 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി. ഓക്കെ, അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ
ഇന്ത്യൻ നിയമനിർമ്മാണ സഭയായി മാറിയത് 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിലാണ്. ഒരു നിയമനിർമ്മാണ സഭ എന്ന നിലയ്ക്ക് ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായി സമ്മേളിച്ചത് 1947 നവംബർ 17-നാണ്. ഓക്കെ, അപ്പോൾ ഒരു നിയമനിർമ്മാണ സഭ എന്ന നിലയ്ക്ക് ഭരണഘടനാ നിയമനിർമ്മാണ സഭ ആദ്യമായി സമ്മേളിച്ചത് 1947 നവംബർ 17. ഈ സമ്മേളനത്തിൽ വച്ച് GV മാവുലങ്കാറിനെ സ്പീക്കറായി തെരഞ്ഞെടുത്തു. ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് 1949 നവംബർ 26-നാണ് ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടന്നത് 1950 ജനുവരി 24-നാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം 1950 ജനുവരി 24. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അകത്ത് ബേസ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഒന്ന് ഓടിച്ചു പറയാം. അതായത് ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷനായിരുന്നു സച്ചിദാനന്ദ സിൻഹ. അതേപോലെ തന്നെ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അദ്ദേഹം എന്നാണ് തെരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചാൽ 1946 ഡിസംബർ 11. ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. ഇനി അത് സഭയുടെ ഉപാധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാണ്? അത് HC മുഖർജിയും VT കൃഷ്ണമാചാരി. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ സെക്രട്ടറി ആണ് HVR അയ്യങ്കാർ. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് JB കൃപലാനി. നക്കൽ തയ്യാറാക്കിയത് അത് BN റാവു ആണ്. ഓക്കെ, അപ്പോൾ ഭരണഘടനയുടെ നക്കൽ തയ്യാറാക്കിയത് BN റാവു ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമ ഉപദേശകനായിരുന്നത് BN റാവു. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരനാണ് BN റാവു. മ്യാൻമാറിന്റെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉപദേശകനായിരുന്ന ഇന്ത്യക്കാരനാണ് BN റാവു. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഭരണഘടനാ ചീഫ് ഡ്രാഫ്റ്റ്മാനാണ് SN മുഖർജി എന്ന് പറയുന്നത്. ഭരണഘടന എഴുതി തയ്യാറാക്കിയ വ്യക്തിയാണ് പ്രേം ബിഹാരി നരൈൻ റൈസ. ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിൽ തയ്യാറാക്കിയ ഭരണഘടനയുടെ അസൽ പ്രതി ഹീലിയം നിറച്ച പ്രത്യേക പെട്ടിയിൽ പാർലമെന്റിലെ ലൈബ്രറിയിൽ ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹിന്ദി കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് വസന്ത് കൃഷ്ണ വൈദ്യയാണ്. ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. ഭരണഘടനയുടെ കവർ പേജ് ലേ ഔട്ട് തയ്യാറാക്കിയത് നന്ദലാൽ ബോസാണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾ ഫ്രാങ്ക് ആന്റണി, SH പ്രയറ്റർ, അതേപോലെ MN കോളിൻസ് ആണ്, MV കോളിൻസ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ പാഴ്സി പ്രതിനിധികളാണ് HP മോദി, RK സിന്ധുവ, MR മസാനി. ഓക്കെ, ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഗൂർഖ വിഭാഗത്തിൽ നിന്നുള്ളത് ഡാംബർ സിംഗ് ഗുരുങ്ങാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ ഏക മുസ്ലിം വനിതയാണ് ബീഗം ഐസ്വാസ് റസൂൽ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഭരണഘടനാ നിയമനിർമ്മാണ സഭയായി മാറിയത്, ഇന്ത്യൻ നിയമനിർമ്മാണ സഭയായി മാറിയത് 47 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി. ഒരു നിയമനിർമ്മാണ സഭ എന്ന നിലയ്ക്ക് ഭരണഘടനാ നിയമനിർമ്മാണ സഭ ആദ്യമായി സമ്മേളിച്ചത് 47 നവംബർ 17. ഈ സമ്മേളനത്തിൽ ആരാണ് വച്ച് GV മാവുലങ്കാറിനെയാണ് സ്പീക്കറായി തിരഞ്ഞെടുത്തത്. ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് 49 നവംബർ 26. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടന്നത് 50 ജനുവരി 24. വെരി വെരി ഇമ്പോർട്ടൻ്റ്. ഇനി ഭരണഘടനാ നിയമനിർമ്മാണ സഭ അംഗീകരിച്ച കുറച്ച് ദിനങ്ങൾ നമുക്ക് നോക്കാം. ഒത്തിരി തവണ ബേസ് ലെവൽ ചോദ്യങ്ങളായിട്ട് ചോദിച്ചതാണ് ഇതെല്ലാം. ദേശീയ പതാക 1947 ജൂലൈ 22. ദേശീയ ഗാനം 50 ജനുവരി 24. ദേശീയ ഗീതം 50 ജനുവരി 24. ദേശീയ മുദ്ര 1950 ജനുവരി 26. ഓക്കെ, അപ്പോൾ ദേശീയ പതാക 47 ജൂലൈ 22, ദേശീയ ഗാനം 1950 ജനുവരി 24, ദേശീയ ഗീതം 1950 ജനുവരി 24, ദേശീയ മുദ്ര 1950 ജനുവരി 26 ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാം. ഓക്കെ, അതായത് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവച്ചത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1950 ജനുവരി 24 ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾ
ഭരണഘടനയിൽ ഒപ്പുവച്ചത് 50 ജനുവരി 24. ഭരണഘടനയിൽ ഒപ്പുവച്ച അംഗങ്ങളുടെ എണ്ണം 284 പേരാണ്. ഭരണഘടനയിൽ ഒപ്പുവച്ചവരുടെ എണ്ണം 284. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാന്ന് ചോദിച്ചാൽ 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. 1950 ജനുവരി 26. ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26. ദേശീയ നിയമദിനമായി ആചരിക്കുന്നത് അല്ലെങ്കിൽ ആഘോഷിക്കുന്നത് നവംബർ 26. ഭരണഘടനാ ദിനമായി ആഘോഷിക്കുന്നതും നവംബർ 26. ഇന്ത്യ റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്നത് ജനുവരി 26. ഓക്കെ, അപ്പോൾ ബാക്കിയെല്ലാം നവംബർ 26 പക്ഷേ ഇന്ത്യ റിപ്പബ്ലിക് ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 26. 1929 ഡിസംബർ 31 അർദ്ധരാത്രി ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ പാസാക്കിയ പൂർണ്ണ സ്വരാജ് തീരുമാനത്തെ തുടർന്നാണ് 1930 ജനുവരി 26 ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ച് തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ 1929 ഡിസംബർ 31 അർദ്ധരാത്രി ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ പാസാക്കിയ പൂർണ്ണ സ്വരാജ് തീരുമാനത്തെ തുടർന്ന് 1930 ജനുവരി 26 ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചു. ഇതിന്റെ ഓർമ്മയ്ക്കായാണ് ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനമായിട്ട് ജനുവരി 26 തിരഞ്ഞെടുത്തത്. എന്തുകൊണ്ട്? 29 ഡിസംബർ 31 അർദ്ധരാത്രി ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ പാസാക്കിയ പൂർണ്ണ സ്വരാജ് തീരുമാനത്തെ തുടർന്ന് 30 ജനുവരി 26 ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചത്. ഇതിന്റെ ഓർമ്മയ്ക്കാണ് ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്നത്. ഭരണഘടന തയ്യാറാക്കാനെടുത്ത സമയം എത്രയാണെന്നുള്ളത് ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. 2 വർഷം 11 മാസം 18 ദിവസം ഇതാണ് കറക്റ്റ്. പക്ഷെ PSCയുടെ ഉത്തരപ്രകാരം എത്രയാണ്? 2 വർഷം 11 മാസം 17 ദിവസം. അപ്പോൾ നമുക്ക് ഇത് പഠിക്കാം. അതായത് 2 വർഷം 11 മാസം 17 ദിവസം. ഇതില്ലെങ്കിൽ മാത്രം ഏതിലേക്ക് പോവുക? 2 വർഷം 11 മാസം 18 ദിവസം. അല്ലെങ്കിൽ ആൻസർ ഏത് തന്നെയാണ്? 17 ദിവസം തന്നെയാണ്. ഇനി അത് 17 ദിവസം കണ്ടില്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? 18 ദിവസമാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇന്ത്യൻ ഭരണഘടന നിർമ്മാണത്തിന് ചെലവായ തുക എത്രയാണെന്ന് ചോദിച്ചാൽ 60 ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മാണത്തിന് ചെലവായ തുക. ഓക്കെ, ഇന്ത്യൻ ഭരണഘടന നിർമ്മാണത്തിന് ചെലവായ തുകയാണ് 64 ലക്ഷം രൂപ. മൊത്തം 11 സെഷനുകളിലായി ഭരണഘടനാ നിർമ്മാണ സഭ സമ്മേളിച്ച ആകെ ദിവസങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് 165 ദിവസങ്ങളാണ്. ഓക്കെ, അപ്പോൾ മൊത്തം 11 സെഷനുകളിലായി ഭരണഘടനാ നിർമ്മാണ സഭ സമ്മേളിച്ച ആകെ ദിനങ്ങൾ 165. ഇതിൽ 114 ദിവസവും ഭരണഘടന ഡ്രാഫ്റ്റ് തയ്യാറാക്കാനാണ് വിനിയോഗിച്ചത്. ഓക്കെ, അപ്പോൾ ഇതിൽ 114 ദിവസവും ഭരണഘടന ഡ്രാഫ്റ്റ് തയ്യാറാക്കാനാണ് വിനിയോഗിച്ചത്. പൗരത്വം, ഇലക്ഷൻ, പ്രൊവിഷണൽ പാർലമെന്റ് എന്നിങ്ങനെയുള്ള വ്യവസ്ഥകൾ അടങ്ങുന്ന ഭരണഘടനയിലെ അനുച്ഛേദങ്ങളായ 5, 6, 7, 8, 9 അതേപോലെ തന്നെ 60, 324, 366, 367, 379, 380, 91, 92, 91, 94 എന്നീ 1949 നവംബർ 26 തന്നെ നിലവിൽ വന്നു. ഓക്കെ, അപ്പോൾ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന അനുച്ഛേദങ്ങൾ അല്ലെങ്കിൽ ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ് മക്കളെ? 5, 6, 7, 8, 9, 60, 324, 366, 367, 379, 380, 391, 392, 93, 94 ഇവയൊക്കെയാണ് 1949 നവംബർ 26 തന്നെ നിലവിൽ വന്നത്. മറ്റു വ്യവസ്ഥകൾ അടങ്ങുന്ന അനുച്ഛേദങ്ങൾ 1950 ജനുവരി 26 നിലവിൽ വന്നത്. ഭരണഘടന നിലവിൽ വന്ന സമയത്ത് എത്ര അനുച്ഛേദങ്ങൾ അല്ലെങ്കിൽ എത്ര ആർട്ടിക്കിളുകളാണ്? മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്, ബേസ് ലെവൽ ചോദ്യമാണ്. ഇതൊക്കെ ഒരിക്കലും നമ്മൾ തെറ്റിക്കാൻ പാടില്ല. ഭരണഘടന നിലവിൽ വന്ന സമയത്ത് എത്ര അനുച്ഛേദം അല്ലെങ്കിൽ ആർട്ടിക്കിളാണ് ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 395. എത്ര പട്ടികകൾ അല്ലെങ്കിൽ എത്ര ഷെഡ്യൂളാണ് ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചാൽ അത് 8 പട്ടികകൾ അല്ലെങ്കിൽ 8 ഷെഡ്യൂള്. 22 ഭാഗങ്ങൾ അല്ലെങ്കിൽ പാർട്ട് ആണ് നിലവിൽ
ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന സമയത്ത് ആകെ എത്ര അനുച്ഛേദം അല്ലെങ്കിൽ ആകെ എത്ര ആർട്ടിക്കിൾ അല്ലെങ്കിൽ ആകെ എത്ര വകുപ്പ് എന്ന് ചോദിച്ചാൽ അത് 395 ഓർത്തു വയ്ക്കുക. ആകെ എത്ര ഷെഡ്യൂളുകൾ അല്ലെങ്കിൽ എത്ര പട്ടികകൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അത് 8 പട്ടികകളാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ എത്ര ഭാഗങ്ങൾ എത്ര പാർട്ടാണ് ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചാൽ 22 പാർട്ടാണ് നിലവിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 470ഓളം വരുന്ന അനുച്ഛേദങ്ങളാണ് ഇന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ളത്. 470ഓളം വരുന്ന അനുച്ഛേദങ്ങൾ. പട്ടിക 8ൽ നിന്നും എത്രയായി? 4 പട്ടികകൾ കൂടി ഇന്ന് 12 പട്ടികകളാണ് നിലവിലുള്ളത്. അതേപോലെ തന്നെ ഭാഗം അല്ലെങ്കിൽ പാർട്ട് എത്രയാണെന്ന് ചോദിച്ചാൽ 22ൽ നിന്നും 25 ഭാഗങ്ങളായിട്ടാണ് ഇന്ന് മാറിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാം എന്താണ്? കൂടുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ 470 അനുച്ഛേദമുണ്ട് ഇന്ന്. അതേപോലെ 12 പട്ടികകളുണ്ട്. 25 ഭാഗങ്ങളായാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ന് നിലവിലുള്ളത്. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത് പാർലമെന്ററി ജനാധിപത്യ ഭരണ സമ്പ്രദായമാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത് പാർലമെന്ററി ജനാധിപത്യ ഭരണ സമ്പ്രദായമാണ്. ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രതിനിധികളിലൂടെ ഭരണം നടത്തുന്ന സമ്പ്രദായത്തെയാണ് പാർലമെന്ററി ഭരണ സമ്പ്രദായം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധികളിലൂടെ ഭരണം നടത്തുന്ന സമ്പ്രദായത്തിന് പറയുന്ന പേരാണ് പാർലമെന്ററി ഭരണ സമ്പ്രദായം. ജനങ്ങൾ നേരിട്ട് ഭരണത്തലവനെ തിരഞ്ഞെടുക്കുന്ന സംവിധാനം. ഓക്കെ, അപ്പോൾ ജനങ്ങൾ നേരിട്ട് ഭരണത്തലവനെ തിരഞ്ഞെടുക്കുന്ന സംവിധാനമാണിത്. പ്രസിഡൻഷ്യൽ സമ്പ്രദായം നിലവിലുള്ള രാജ്യങ്ങളാണ് അമേരിക്കൻ ഐക്യനാടുകളും അതേപോലെ തന്നെ ഫ്രാൻസും. ഓക്കെ, അപ്പോൾ പ്രസിഡൻഷ്യൽ സമ്പ്രദായം നിലവിലുള്ള രാജ്യങ്ങളാണ് അമേരിക്ക, അതേപോലെ തന്നെ അമേരിക്കൻ ഐക്യനാടുകളും ഫ്രാൻസും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് നിലവിൽ ഡൊണാൾഡ് ട്രംപ് ആണ് ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ്. അപ്പോൾ മക്കളെ, നമ്മുടെ ഇന്നത്തെ ചോദ്യം, എത്രാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആണ് ഡൊണാൾഡ് ട്രംപ് എന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡന്റ് ആണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ഡൊണാൾഡ് ട്രംപ് എന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഭരണഘടനയുടെ സവിശേഷതകൾ. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ. ലിഖിത ഭരണഘടന നമ്മൾ പറഞ്ഞതാണ്. അതായത് എഴുതപ്പെട്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വലുതും ബൃഹത്തായിട്ടുള്ള ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഭരണഘടനയെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാമെന്ന് പറഞ്ഞു. ഒന്ന് ലിഖിത ഭരണഘടനയെന്നും അതേപോലെ തന്നെ മറ്റൊന്ന് അലിഖിത ഭരണഘടന. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൻ്റെ അകത്ത് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏറ്റവും വലിയ ഭരണഘടന ആരുടെയാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നതും ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത. പാർലമെന്ററി ഭരണ സമ്പ്രദായമാണ്. മൗലികാവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ ഇതെല്ലാം എവിടെയാണ്? ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്. സംയുക്ത ഭരണ വ്യവസ്ഥ, നിയമവാഴ്ച, ഏകപൗരത്വം. ഓക്കെ, ഇതൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ തൻ്റെ അവസാന പ്രസംഗത്തിൽ BR അംബേദ്കർ പറഞ്ഞതാണ് യൂണിയൻ ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ചു. അത് ഏതിനെയാണെന്ന് ചോദിച്ചാൽ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഈ വാക്ക് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ലാസ്സുകളിൽ കേട്ടതാണ്. അതായത് ഏതിൻ്റെ മുദ്രാവാക്യമായിരുന്നു സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് ചോദിച്ചാൽ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുഖ്യ മുദ്രാവാക്യം ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കോർണർ സ്റ്റോൺ ഓഫ് എ നേഷൻ എന്ന പുസ്തകം രചിച്ചത് ഗ്രാൻവില ഓസ്റ്റിൻ ആണ്. ഓർത്തു വച്ചോ, ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കോർണർ സ്റ്റോൺ ഓഫ് എ നേഷൻ എന്ന പുസ്തകം രചിച്ചത് അത് ഗ്രാൻവില ഓസ്റ്റിൻ ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, റിപ്പബ്ലിക്. ജനങ്ങൾ നേരിട്ടോ അല്ലാതെയോ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി ഭരണത്തലവനായുള്ള രാജ്യത്തെ പറയുന്ന പേരാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താ റിപ്പബ്ലിക്? ജനങ്ങൾ നേരിട്ടോ അല്ലാതെയോ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി ഭരണത്തലവനായുള്ള രാജ്യത്തെ പറയുന്ന പേരാണ് റിപ്പബ്ലിക്. ഓക്കെ, അപ്പോൾ ജനങ്ങൾ നേരിട്ടോ അല്ലാതെയോ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി ഭരണത്തലവനായുള്ള രാജ്യത്തെ പറയുന്ന പേരാണ് റിപ്പബ്ലിക്. റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഫ്രാൻസിൽ നിന്നാണ്. റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത്.
ഇന്ത്യക്ക് ഒരു റിപ്പബ്ലിക് ആണെന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ ഭാഗമാണ് ആമുഖം. അപ്പോൾ ഇന്ത്യക്ക് ഒരു റിപ്പബ്ലിക് ആണെന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ ഭാഗമാണ് ആമുഖം. ഇന്ത്യ ഔദ്യോഗികമായി അറിയപ്പെടുന്നത് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നാണ്. ഇന്ത്യ ഔദ്യോഗികമായി അറിയപ്പെടുന്നത് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന വീതിയാണ് കർത്തവ്യപഥ്. ഓക്കെ, ഏതാണ് റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന വീതി? കർത്തവ്യപഥ്. റിപ്പബ്ലിക് ദിനത്തിൽ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുന്നത് രാഷ്ട്രപതിയാണ്. ഓക്കെ, അപ്പോൾ റിപ്പബ്ലിക് ദിനത്തിൽ ഡൽഹിയിൽ നമ്മൾ കാണാറുണ്ട് രാഷ്ട്രപതി ദേശീയ പതാക ഉയർത്തുന്നത്. ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. നാഗാലാൻഡ് ആണ് ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം. ലോകത്തിലെ ഏറ്റവും പഴയ റിപ്പബ്ലിക്കാണ് സാൻ മരീനോ. ലോകത്തിലെ ഏറ്റവും ചെറിയ റിപ്പബ്ലിക്കാണ് നൗറു. രാജാവിനെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ലോകത്തിലെ ഏക രാഷ്ട്രമാണ് മലേഷ്യ. അപ്പോൾ രാജാവിനെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന ലോകത്തിലെ ഏക രാഷ്ട്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് മലേഷ്യയാണ്. റിപ്പബ്ലിക് എന്ന കൃതിയുടെ രചയിതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്ലേറ്റോ ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ റിപ്പബ്ലിക് എന്ന കൃതിയുടെ കർത്താവ് ആരാന്ന് ചോദിച്ചാൽ അത് പ്ലേറ്റോ ആണ്. വളരെ പരിമിതമായ കയറ്റുമതിയെ മാത്രം ആശ്രയിച്ചുള്ള സമ്പദ്ഘടന ഉള്ളതും രാഷ്ട്രീയമായി അസ്ഥിരവുമായ രാജ്യങ്ങളെ വിശേഷിപ്പിക്കുന്ന പദമാണ് ബനാന റിപ്പബ്ലിക്. അപ്പോൾ എന്താണ് ബനാന റിപ്പബ്ലിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? വളരെ പരിമിതമായ കയറ്റുമതി മാത്രം ആശ്രയിച്ചുള്ള സമ്പദ്ഘടന ഉള്ളതും രാഷ്ട്രീയമായി അസ്ഥിരവുമായ രാജ്യങ്ങളെ വിശേഷിപ്പിക്കുന്ന പദമാണ് ബനാന റിപ്പബ്ലിക്. ബനാന റിപ്പബ്ലിക് എന്ന പദം ആദ്യമായി രൂപപ്പെടുത്തിയത് ഒ ഹെൻറി ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ബനാന റിപ്പബ്ലിക് എന്ന പദം ആദ്യമായി രൂപപ്പെടുത്തിയത് ആരാണ് മക്കളെ? ഒ ഹെൻറി ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് പഠിക്കാനുള്ളൂ. ഇനി നമുക്ക് നോക്കാം ഇംഗ്ലീഷും അതേപോലെ തന്നെ മലയാളവും. നിങ്ങൾക്ക് ഇന്ന് ചെയ്യാനുള്ള കണക്കിൻ്റെ 20 ചോദ്യങ്ങൾ നമുക്ക് ടെലഗ്രാമിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ നിങ്ങളത് പോയി ആൻസർ ചെയ്യുക. അപ്പോൾ നമുക്കിനി നേരെ ഇംഗ്ലീഷിലേക്കും അതേപോലെ തന്നെ മലയാളത്തിലേക്കും നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ ഇന്ന് പഠിക്കാനുള്ളത് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആണ്. ആദ്യം നമുക്ക് നോക്കാം. ഗ്രീസിങ് ദ പാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൈബിങ് ആണ്. കോഴ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് ഗ്രീസിങ് ദ പാം എന്ന് പറയുന്നത് ബ്രൈബിങ്. ഓക്കെ, ഗ്രോസ് അബൌട്ട് സം വൺ ഓർ സംതിങ്. ടു കംപ്ലെയിൻ എന്നുള്ളതാണ് ഗ്രോസ് അബൌട്ട് സം വൺ ഓർ സംതിങ്. ഗുഡ് സമേറിറ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം വൺ ഹു ഹെൽപ്പ് അതർ when they are in need with no discussion for compensation and no thought of a reward. ഇതിനെയാണ് ഗുഡ് സമേറിറ്റൻ എന്ന് പറയുന്നത്. ഗെറ്റ് ഇൻ someone's hair. annoy someone ആണ്. ഗെറ്റ് ഇൻ someone's hair ആണ് annoy someone. അടുത്തത് ഗെറ്റ് അപ്പ് ഓൺ ദ റോങ് സൈഡ് ഓഫ് ദ ബെഡ്. ടു ബിഗിൻ ദ ഡേ ഫീലിംഗ് അൺഹാപ്പി ആൻഡ് അൺകംഫർട്ടബിൾ. ഗെറ്റ് യുവർ വാക്കിംഗ് പേപ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെറ്റ് ദ ഫയർഡ് ഫ്രം എ ജോബ്. ഗീവ് ഹിം ദ സ്ലിപ്പ് എന്ന് വെച്ചാൽ ടു ഗെറ്റ് എവേ ഫ്രം ടു എസ്കേപ്പ്. ഗോ ഡൗൺ ലൈക്ക് എ ലീഡ് ബലൂൺ. ടു ബി കംപ്ലീറ്റ്ലി അൺസക്സസ്ഫുൾ ഓർ അൺപോപ്പുലറിനെയാണ് ഗോ ഡൗൺ ലൈക്ക് എ ലീഡ് ബലൂൺ. അടുത്തത് ഗെറ്റ് ഔട്ട് ഓൺ എ ലിംബ്. പുട്ട് യുവർ സെൽഫ് ഇൻ എ ടഫ് പൊസിഷൻ ഇൻ ഓർഡർ ടു സപ്പോർട്ട് someone or something. അതാണ് ഗെറ്റ് ഔട്ട് ഓൺ എ ലിംബ്. അടുത്തത് ഗോ ദ എക്സ്ട്രാ മൈൽ. ഗോയിങ് അബവ് ആൻഡ് ബിയോണ്ട് വാട്ട് എവർ ഈസ് റിക്വയർഡ് ഫോർ ദ ടാസ്ക് അറ്റ് ദ ഹാൻഡ്. അതാണ് ഗോ എക്സ്ട്രാ മൈൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇംഗ്ലീഷിലെ ഇഡിയംസ് ആൻഡ് ഫ്രേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രീസിങ് ദ പാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൈബിങ് ആണ്. ഗ്രോസ് അബൌട്ട് സം വൺ ഓർ സംതിങ് ടു കംപ്ലെയിൻ ആണ്. ഗുഡ് സമേറിറ്റൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സം വൺ ഹു ഹെൽപ്സ് അതർ. ഇനി ഗെറ്റ് ഇൻ സം വൺ ഹെയർ. അനോയ് സം വൺ ആണ് എന്തെന്ന് പറയുന്നത് ഗെറ്റ് ഇൻ സം വൺ ഹെയർ. ഗെറ്റ് അപ്പ് ഓൺ ദ റോങ് സൈഡ് ഓഫ് ദ ബെഡ്. അതാണ് ടു ബിഗിൻ ദ ഡേ ഫീലിംഗ് അൺഹാപ്പി ആൻഡ് അൺകംഫർട്ടബിൾ. ഗെറ്റ് യുവർ വാക്കിംഗ് പേപ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെറ്റ് ദ ഫയർഡ് ഫ്രം എ ജോബ്. ഗീവ് ഹിം ദ സ്ലിപ്പ്. ടു ഗെറ്റ് എവേ ഫ്രം ടു escape. Go down like a lead balloon. To be completely unsuccessful or unpopular.
Get out on a limb. Put yourself in tough position in order to support someone or something. Go the extra mile, going above and beyond whatever is required for the task at hand. ഇനി മലയാളത്തിലെ കൃതികളും കഥാപാത്രങ്ങളും 1 മാർക്ക് ഈ പറയുന്ന ഒരു പോർഷനിൽ നിന്നും ചോദിക്കാറുണ്ട്. അപ്പോൾ പഠിച്ചു വെച്ചാൽ നമുക്ക് 1 മാർക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും. മാര എന്ന് പറയുന്ന കൃതി, അതിലെ കഥാപാത്രം മാര എന്ന് പറയുന്ന കഥാപാത്രം ഏത് കൃതിയിലാണെന്ന് ചോദിച്ചാൽ അത് നെല്ലിലെയാണ്. മാര എന്ന് പറയുന്ന കഥാപാത്രം നെല്ല്. ഓമഞ്ചി എന്ന് പറയുന്നത് ഒരു തെരുവിന്റെ കഥയിലെ കഥാപാത്രമാണ് ഓമഞ്ചി. ശിവാനി ഗുരുസാഗരം, ശിവാനി എന്ന കഥാപാത്രം ഗുരുസാഗരത്തിലെയാണ്. ദാസൻ, ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ് ദാസൻ, മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. കുന്ദൻ, മരുഭൂമികൾ ഉണ്ടാകുന്നത്. കാർത്തി, സൂബി പറഞ്ഞ കഥയാണ് കാർത്തി. ഗോവിന്ദൻകുട്ടി ചോദിച്ചതാണ് അസുരവിത്താണ് ഗോവിന്ദൻകുട്ടി. അൽഫോൺസാച്ചൻ, ദൈവത്തിന്റെ വികൃതികളാണ് അൽഫോൺസാച്ചൻ. കോക്കാഞ്ചിറ മറിയം, കുട്ടിപ്പാപ്പാൻ, അത് അലാഹയുടെ പെൺമക്കളാണ്. കോക്കാഞ്ചിറ മറിയവും കുട്ടിപ്പാപ്പാനും അലാഹയുടെ പെൺമക്കൾ. ജിതേന്ദ്രൻ, മനുഷ്യന് ഒരു ആമുഖം, മനുഷ്യനൊരു ആമുഖം ജിതേന്ദ്രൻ. ചേതന ആരാച്ചാർ, ചേതന ആരാച്ചാർ. രാമൻ കല്ലുവെട്ടിപ്പാച്ചർ, തക്ഷൻ കൊന്ന് സ്വരൂപം, തക്ഷൻ കൊന്ന് സ്വരൂപത്തിലെയാണ് രാമൻ കല്ലുവെട്ടി പാച്ചാർ. അപരാജിത, ഉഷ്ണരാശി കരപ്പുറത്തിന്റെ ഇതിഹാസം, അതാണ് അപരാജിത. അപരാജിത എന്ന് പറയുന്നത് ഉഷ്ണരാശി കരപ്പുറത്തിന്റെ ഇതിഹാസം എന്ന് പറയുന്ന കൃതിയിലാണ്. അപ്പോൾ ഓടിച്ചൊന്നുകൂടി പറയാം. മാര നെല്ല്, ഓമഞ്ചി ഒരു തെരുവിന്റെ കഥ, ശിവാനി ഗുരുസാഗരം, ദാസൻ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ, കുന്ദൻ മരുഭൂമികൾ ഉണ്ടാകുന്നത്, കാർത്തി സൂഫി പറഞ്ഞ കഥ, ഗോവിന്ദൻകുട്ടി അസുരവിത്ത്, അൽഫോൺസാച്ചൻ ദൈവത്തിന്റെ വികൃതികൾ, കോക്കാഞ്ചിറ മറിയം കുട്ടിപ്പാപ്പാൻ അലാഹയുടെ പെൺമക്കൾ, ജിതേന്ദ്രൻ മനുഷ്യന് ഒരു ആമുഖം, ചേതന ആരാച്ചാർ, രാമൻ കല്ലുവെട്ടിപ്പാച്ചർ തക്ഷൻ കുന്ന് സ്വരൂപം, അപരാജിത ഉഷ്ണരാശി കരപ്പുറത്തിന്റെ ഇതിഹാസം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി തന്നെ പഠിക്കുക. അതിനുശേഷം PDF നോട്ട് വായിക്കുക. അതിനുശേഷം കൃത്യം 9 മണിക്ക് നിങ്ങൾക്ക് വേണ്ട ക്വസ്റ്റ്യൻ ബോളുണ്ട്. 2021 to 25 വരെ PSC എക്സാമുകളിൽ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു പോകും. അപ്പോൾ അതിൻ്റെ അകത്ത് മുടങ്ങാതെ എല്ലാവരും അറ്റൻഡ് ചെയ്യുക. ഇനിയും ടെലഗ്രാം ചാനലിൽ അംഗമാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്. അപ്പോൾ ക്ലാസ് കണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു റാങ്കിലേക്ക് 2025 നിങ്ങൾക്ക് ഒരു സർക്കാർ ജോലിയാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ തീർച്ചയായിട്ടും അത് നേടിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കും. അപ്പോൾ കറക്റ്റ് സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെയാണ് നമ്മുടെ ക്ലാസ്സുകൾ, നോട്ടുകൾ, അതേപോലെ തന്നെ റിവിഷൻസ് എല്ലാം പോകുന്നത്. ഇത്രയും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെക്കാൾ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന മറ്റൊരാളുണ്ടാവത്തില്ല. അപ്പോൾ കറണ്ട് അഫെയർസ് നമുക്ക് എല്ലാ വീക്കിലും എന്ത് ചെയ്യാം, ഈ പറയുന്ന ഒരാഴ്ചത്തെ കറണ്ട് അഫെയർസ് മൊത്തം പഠിക്കാം. അതേപോലെ തന്നെ ഓരോ മാസവും നമ്മൾ കംപ്ലീറ്റ് ആകുമ്പോൾ ആ മാസത്തെ മൊത്തം കറണ്ട് അഫെയർസ് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ജാനുവരിയിൽ കംപ്ലീറ്റ് ചെയ്തു. 2024 PSC ബുള്ളറ്റിനിൽ ചോദിച്ച എല്ലാ കറണ്ട് അഫെയർസും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പറഞ്ഞു പോയി. ഇനി അടുത്തത് 2025 ഈ ഫെബ്രുവരി കഴിയുമ്പോൾ ഫെബ്രുവരി മാസത്തിലെ മുഴുവൻ കറണ്ട് അഫെയർസും നമ്മൾ ഡിസ്കസ് ചെയ്തു പോകും. അപ്പോൾ അങ്ങനെ അടിപൊളിയായിട്ട് തന്നെയാണ് പഠിച്ചു പോകുന്നത്. നിങ്ങളും കൂടെ കട്ട സപ്പോർട്ടുമായിട്ട് നിന്ന് തന്നാൽ മതി. കഷ്ടപ്പെടാനുള്ള ഒരു മനസ്സും അതേപോലെ തന്നെ ഇഷ്ടത്തോടെയും പഠിക്കാൻ നിങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 2025 നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമായിട്ടുള്ള സർക്കാർ ജോലി അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അപ്പോൾ ഈ പറയുന്ന പോലെ എന്താണ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓരോ ജില്ലകളുടെയും നിലവിലെ LDCയുടെ ഷോർട്ട് ലിസ്റ്റുകൾ വരുന്നു, അതേപോലെ LGSന്റെ പ്രൊഫൈൽ മെസ്സേജസ് വരുന്നു. അപ്പോൾ കിട്ടിയില്ല എന്ന് കരുതി നമ്മൾ എന്ത് കാര്യങ്ങളാണെങ്കിലും അത് ഉപേക്ഷിച്ച് പോവുകയല്ല വേണ്ടത്. നമുക്ക് പറ്റും എന്നുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അത് ഉറപ്പായിട്ടും നേടിയെടുക്കണം. അതിന് വേണ്ടതാണ് ഈ പറയുന്ന കഠിനാധ്വാനവും അതേപോലെ തന്നെ എന്താണ് നമുക്ക് ക്ഷമയോടുകൂടിയുള്ള ഒരു മനസ്സും. അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് പഠിച്ചു പോവുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കഴിഞ്ഞ ദിവസം എന്താണ്, നമുക്ക് കുറേ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് നിലവിൽ ക്ലാസ് ചെയ്യാതിരുന്നത്. അപ്പോൾ സാങ്കേതികമായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ, അതായത് എന്താണ്, നമുക്ക് നിലവിൽ ഈ പറയുന്ന പോലെ തന്നെ
കറണ്ടിൻ്റെയും അതേപോലെ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റാതെ പോയത്. അപ്പോൾ അതുകൊണ്ടാണ് അത് അപ്ലോഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ അതെന്തായാലും ഇനി അങ്ങനെ മാക്സിമം ഉണ്ടാവാതെ നമ്മൾ ശ്രദ്ധിച്ചോളാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വീണ്ടും എക്സ്ട്രാ ക്ലാസ്. എപ്പോൾ നിങ്ങളുടെ ക്ലാസ് ഒരെണ്ണം പെൻഡിങ് വന്നാലും അത് അടുത്ത ദിവസം തന്നെ കോമ്പൻസേറ്റ് ചെയ്ത് വരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട, കട്ടയ്ക്ക് ഇരുന്ന് അങ്ങ് പഠിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ.